ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എലാഞ്ചി, പല നാടുകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. എലാഞ്ചിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു കപ്പ് അവൽ, ഒരു കപ്പ് തേങ്ങ ചിരകിയത്, കുറച്ച് ചെറി, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ. നമുക്കിതിൻ്റെ പണ്ടാലൊന്ന് റെഡിയാക്കാം. ഈ അവൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിൻ്റെ ഒരു പണ്ടം തയ്യാറാക്കി എടുക്കാം. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കും. നമുക്ക് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇതൊന്ന് നല്ലോണം ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഷുഗറും അവലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അവൽ കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സായി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഷുഗർ കൂടി ആഡ് ചെയ്യുക. എലാഞ്ചിക്കുള്ള പണ്ടായ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറീസ് കൂടി ആഡ് ചെയ്യുക. ഇതൊക്കെ ഓപ്ഷണൽ മാത്രമാണ്. ഇത് ഞങ്ങൾ കടയിലേക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ്. നമ്മളെ തേങ്ങാപ്പണ്ട ഇവിടെ റെഡി ആയി. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് എലാഞ്ചിക്കുള്ള ദോശ കൂടി തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു മുട്ടയും. ആദ്യം 1 കപ്പ് മൈദ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു മുട്ട, കുറച്ച് യെല്ലോ ഫുഡ് കളർ, 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ദോശ മാവ് പരുവത്തിൽ വേണം നമ്മളിതൊന്ന് കറക്കിയെടുക്കാൻ വേണ്ടി. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ദോശക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഒരു ട്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് വേണം നമുക്ക് ദോശ മാവൊന്ന് ഒഴിച്ചിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു കയ്യിൽ കുറച്ച് മാവെടുത്തിട്ട് അടുപ്പത്തേക്ക് നമ്മൾ മസാല ദോശക്കെല്ലാം പരത്തി കൊടുക്കുന്ന പോലെ ഇങ്ങനെ പരത്തിയെടുക്കുക. വല്ലാണ്ട് വേവണ്ട, ചെറുതായൊന്ന് വാടിയതിന് അത് വേഗം തന്നെ ഇങ്ങ് തിരിച്ചിങ്ങ് എടുക്കുകയും ചെയ്യും. ചൂടോട് കൂടിയിട്ട് മസാല ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക. വേറെ മൈദയൊന്നും വേണ്ടിയില്ല, ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ എലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള കൂടി നമുക്ക് അതേപോലെ ചുട്ടിട്ടെടുക്കാം. അതേപോലെ വേണം നമ്മൾ ഫിൽ ചെയ്തിട്ട് എടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.